നമുക്ക് വരയിലോട്ട് കിടക്കാം. മറ്റേ CPM-ൻ്റെ മധുര മാമാങ്കത്തിന് ഇടയ്ക്കാണ് ഒരു ഇടുത്തി കണക്ക് ഈ മറ്റേ പിണറായിക്കും മകൾക്കുമെതിരെ ഉള്ള SFIOയുടെ ഇത് വന്നത്. പിന്നെ വീണയ്ക്കെതിരെ അന്വേഷണം നടത്താമെന്നുള്ള വിധി വന്നത്. അപ്പോൾ ഇതേ തുടർന്ന് മറ്റേ വീണയുടെ അമ്മയും കൂടെ അവിടുത്തെ തമിഴ്നാട്ടിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ പോയി, ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയ ഒരു വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഒരു കറക്റ്റ് എല്ലാം മനസ്സിലാക്കുന്ന സിനിമയ്ക്കകത്ത് മറ്റേ സുകുമാരി പറഞ്ഞ ഡയലോഗാണ്. ഇവരെല്ലാവരും കൂടെ ജാഥയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മുടെ ഒടുവിലുണ്ണികൃഷ്ണൻ ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു. വണ്ടികളിൽ വന്ന് ഇറങ്ങിയപ്പോ തന്നെ മൈതാനം നിറഞ്ഞു. അപ്പൊ നേതാക്കന്മാര് ആഗോളവൽക്കരണത്തിന് ജിമ്മിനൊക്കെ പിടിച്ച് കുലുക്കിയിട്ടുണ്ടാവുമല്ലോ. ഉണ്ടാവണമെന്നോ? അപ്പൊ സഖാവ് അവിടെ നിന്നല്ലേ വരണത്? അതിന് പ്രസംഗാര് കേട്ടു. ചെന്ന് ഇറങ്ങിയപ്പോ തന്നെ തങ്കമണി സഹാവ് പറഞ്ഞു, കൊടുങ്ങല്ലൂർ വരെ വന്നിട്ട് അമ്മയെ കാണാതെ പോകുന്നത് എങ്ങനെയാണെന്ന്. അമ്മ ഇവിടെ ചെറുപ്പളശ്ശേരിയല്ലേ? അത് എന്റെ അമ്മ. ഇത് കൊടുങ്ങല്ലൂർ അമ്മയുടെ കാര്യ പറഞ്ഞത്. അമ്മേ ഇമ്പഴേ നട തുറന്ന നേരം എൻ്റെ ഭാര്യയും മകളും ജീവിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സുകുമാരിയുടെ കേസ് പറഞ്ഞ സുകുമാരി ഒരു പ്രവർത്തക മാത്രമാണ്, ജാഥയ്ക്ക് പോകുന്ന ഒരു അംഗം മാത്രമാണ്. ഇത് അതാണോ? ഇവർ നിരീശ്വരവാദവും പറഞ്ഞ ഈ ജനങ്ങളെ മുഴുവനും ഇളക്കി വിട്ടിട്ട് ഇപ്പം അവിടെ ഒരു തങ്ങൾക്കെതിരായിട്ടൊരു കേസ് വന്നപ്പോഴത്തേക്കും ഉടനെ അവിടുത്തെ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തിയിരിക്കുന്നു. അതുതന്നെയല്ല, നേരത്തെ EP ജയരാജനോട് പിണറായി ഉപയോഗിച്ചത് പാപി ശിവനോട് ചേർന്നാൽ ശിവനും പാപിയായിടുമെന്നാണ്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് വേണം നമ്മളിതിനെ കണക്കാക്കാൻ. ഒരു ഭക്തിഗാനമുണ്ട്, ആപതിക്കും കരണീയം. അതായത് ആപത്തിൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്, അതാണ് ഇപ്പം മോള് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ഈ കാർട്ടൂൺ. നമുക്ക് ഈ മാർക്കണ്ഡേയൻ്റെ കഥ അറിയാമല്ലോ. മാർക്കണ്ഡേയൻ മരിക്കാൻ നേരത്ത് മറ്റേ കാലവാശത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് ശിവലിംഗത്തിൽ അഭയം പ്രാപിച്ചതും മറ്റേ കാലൻ ശിവലിംഗത്തിനുൾപ്പെടെ കയറ് വരിഞ്ഞതും, എന്നിട്ട് ശിവൻ പ്രത്യക്ഷപ്പെട്ട് കാലനെ കാലപോയിക്ക് അയച്ചതുമൊക്കെയാണ് കഥകൾ. അതേ അവസ്ഥയാണ് ഇപ്പോൾ ആപതി കിം കരണീയം. ഇത് ആപത്ത് കാലത്ത് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? കരണീയം തവ പദയുഗളം, അതായത് ദൈവത്തിൻ്റെ കരങ്ങളിൽ അഭയം പ്രാപിക്കുക. അതാണ് ആപത്ത് കാലത്ത് ചെയ്യാൻ പറ്റുന്നത്. അത് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ വിപ്ലവകാരിയുടെ മകളും അമ്മയെല്ലാം കൂടെ ചേർന്നിട്ട്. അപ്പോൾ കാലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മുടെ വിപ്ലവപുത്രി ശിവൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് രക്ഷിക്കാനായിട്ട്. അതായത് ആപത്ത് കാലത്ത് എവിടെയും ചെന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കും. ഒരു കച്ചിത്തിരിപ്പ് കണ്ടാൽ അതിലും കയറി പിടിക്കും എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇത് നമ്മുടെ SFI ആണ് ഇതിൻ്റെ കാലമായിട്ട് വരുന്നത്.